ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? നിങ്ങൾക്കിത് അവസരം ദുബായിൽ ജോലി ചെയ്യാൻ. ദുബായിലോ അബുദാബിയിലോ നിങ്ങൾക്കും ഡെലിവറി ബോയ് ആവാം. ഉടൻ വിസ 15 ദിവസത്തിനുള്ളിൽ 80,000 രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കാം. 21 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് അവസരം. നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടയ്ക്കിടെയുള്ള തെരഞ്ഞെടുപ്പുകൾ വലിയ ശല്യമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഈർക്കിലി പാർട്ടികൾ കൂടിയതോടെ സ്ഥാനാർത്ഥികളുടെ എണ്ണവും കൂടി. രാജ്യം മുഴുവൻ ഒറ്റ തെരഞ്ഞെടുപ്പാക്കണമെന്നും സുരേഷ് ഗോപി. സ്വകാര്യ ബസ് ലോറി വ്യവസായത്തെ എങ്ങനെ തകർക്കാമെന്ന ഗവേഷണത്തിലാണ് കേരളത്തിലെ ഗതാഗത വകുപ്പെന്ന് പ്രൈവറ്റ് ബസ് ആൻഡ് ഹെവി വെഹിക്കിൾ മസ്ദൂർ സംഘം സംസ്ഥാന പ്രസിഡന്റ് AC കൃഷ്ണൻ. ഇന്ധനവിലയിലും നികുതി ഇനങ്ങളിലും അധിക സെസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാർ നടപടി തൊഴിലാളി വിരുദ്ധം. പാലക്കാട്ട് സംഘം ജില്ലാ സമ്മേളനം. മാട്ടുമന്തയിൽ പാലക്കാട് നഗരസഭ പൊതുശ്മശാനത്തിൽ NSSന്റെ ജാതി മതിൽ വേണ്ടെന്ന് NAPM. മതിൽ നിർമ്മിച്ചത് നഗരസഭയുടെ അറിവോടെ. നഗരസഭ പൊളിച്ചുമാറ്റിയില്ലെങ്കിൽ മതിൽ NAPM നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റുമെന്ന് വിളയോടി വേണുഗോപാൽ. പുത്തൻ അധ്യയന വർഷത്തെ വരവേൽക്കാനൊരുങ്ങി വിദ്യാലയങ്ങൾ. പ്രവേശനോത്സവം ആകർഷകമാക്കാൻ ഒരുക്കങ്ങളായി. പൊതുവിദ്യാലയങ്ങളിൽ ഹൈസ്കൂൾ ക്ലാസ് സമയം അരമണിക്കൂർ കൂടും. വാർത്തകൾ വിശദമായി. ഇടയ്ക്കിടെയുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരു ശല്യമായാണ് തനിക്ക് അനുഭവപ്പെടാറുള്ളതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വലിയ ധൂർത്താണിത്. രാജ്യം മുഴുവൻ ഒറ്റ തെരഞ്ഞെടുപ്പാക്കണമെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. ധനനഷ്ടം, സമയനഷ്ടമൊക്കെയാണ് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം. ഈർക്കിലി പാർട്ടികൾ കൂടി ഉള്ളതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ എണ്ണവും കൂടി. കച്ചവടക്കാരെ സമ്മതിക്കുന്നു. പിരിവ് കൊടുക്കുന്നത് കുറഞ്ഞുപോയാൽ മുറുക്കാൻ കടക്കാരൻ പോലും രാഷ്ട്രീയ പാർട്ടികളുടെ ഭീഷണി നോട്ടം സഹിക്കണം. അതുകൊണ്ട് രാജ്യം മുഴുവൻ ഒറ്റ തെരഞ്ഞെടുപ്പാക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വർഷം 3 ഇലക്ഷൻ വരുന്നതോടുകൂടി 3 പിരിവ് വരികയാണ്. കച്ചവടക്കാരെ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഒരു മുറുക്കാൻ കടക്കാരന് പോലും ജീവിക്കാൻ പറ്റാത്ത ഡിമാൻഡാണ്. തൃപ്തിയായി കൊടുത്തില്ലെങ്കിൽ പുറത്തേക്കാരന് തിരിഞ്ഞ് കടയുടെ പേരൊക്കെ ഒരു നോട്ടം വരുന്നത്. ഇതെല്ലാം ഒരു ഇലക്ഷന്റെ ഒരു ദിവ്യമായ പ്രവർത്തനത്തിന് ഇത്രയധികം നമുക്കൊരു പക്ഷെ ഇതിന്റെ ഭാഗമായ ഒരാൾ ഞാൻ അതിനെതിരെ സംസാരിക്കേണ്ടി വരും. ഈ ഇലക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ശല്യം വരുന്നത് പോലെയാണ് ഒരു പൗരനെന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. ഉച്ചഭാഷണികളുടെ അതിപ്രസരം, സ്ഥാനാർത്ഥികൾ, അതും ഈർക്കിലി പാർട്ടികളുടെ എണ്ണം കൂടിപ്പോയതുകൊണ്ടും മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ സ്വതന്ത്ര ശ്രേണിയിൽപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ എല്ലാം കൂടെ ഈ വീടുകൾ കയറി ഇറങ്ങുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 50-55 ദിവസമാണ് നമുക്ക് പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടി അടിച്ചേൽപ്പിക്കപ്പെട്ടത്. ഇതിനെല്ലാം ചെലവ് ഈ പറയുന്ന 12 പോയിന്റുകളിൽ ഇത് വലിയൊരു ധൂർത്ത്, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാവുന്ന സമയവും പണവും ഒക്കെ ദുർവ്യയം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഡിസ്കഷനിൽ പോയിന്റ്സ് ഒക്കെ ഒരു സൈഡിലുണ്ട്. അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരേഷ് ഗോപി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്വകാര്യ ബസ് ലോറി വ്യവസായത്തെ എങ്ങനെ തകർക്കാമെന്ന ഗവേഷണത്തിലാണ് കേരളത്തിലെ ഗതാഗത വകുപ്പെന്ന് പ്രൈവറ്റ് ബസ് ആൻഡ് ഹെവി വെഹിക്കിൾ മസ്ദൂർ സംഘം സംസ്ഥാന പ്രസിഡന്റ് AC കൃഷ്ണൻ. പാലക്കാട്ട് പ്രൈവറ്റ് ബസ് ആൻഡ് ഹെവി വെഹിക്കിൾ മസ്ദൂർ സംഘം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു AC കൃഷ്ണൻ. ഇന്ധനവിലയിലും നികുതി ഇനങ്ങളിലും അധിക സെസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാർ നടപടി തൊഴിലാളി വിരുദ്ധമാണെന്നും AC കൃഷ്ണൻ ആരോപിച്ചു. ഓരോ വർഷവും സർവീസ് നടത്തുന്ന ബസ്സുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. തകർച്ചയിലാകുന്ന ബസ് വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് പകരം എങ്ങനെ തകർക്കാമെന്ന ഗവേഷണത്തിലാണ് കേരളത്തിലെ ഗതാഗത വകുപ്പ്. അനാവശ്യ നിയമനിർമ്മാണം, അനാവശ്യ പരിശോധന, പിഴ ഈടാക്കൽ എന്നിവയാണ് ഗതാഗത വകുപ്പ് നടത്തുന്നത്. തൊഴിലാളിയുടെയും ഉടമയുടെയും ക്ഷേമത്തിന്റെ പേരിൽ പിരിക്കുന്ന ലക്ഷങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവും ആർക്കുമില്ല. സ്വകാര്യ ഹെവി വെഹിക്കിൾ മേഖല കൊണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്നുവെന്ന തിരിച്ചറിവില്ലാതെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും AC കൃഷ്ണൻ ആരോപിച്ചു. അതുകൊണ്ട് തന്നെ ഈ മോട്ടോർ തൊഴിലാളികൾ മേഖലയിൽ നിലനിൽക്കുന്നില്ല. മോട്ടോർ തൊഴിലാളികൾ മറ്റേ തൊഴിൽ ഒന്നും ലഭിക്കാതെ വരുന്ന സമയത്ത് മാത്രമാണ് മോട്ടോർ തൊഴിലാളികൾ വരുന്നത്. അന്യമായ ആകർഷകമായ വരുമാനം ഉണ്ടാകുന്നില്ല.
നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് തൊഴിലാളികളുടെ വേതനം എങ്ങനെയാകണമെന്ന് ചർച്ച ചെയ്യപ്പെട്ടു. അതിന്റെ ഭരണഘടനാ ശില്പികൾ, നിയമജ്ഞര്, നിയമനിർമ്മാണ ആൾക്കാർ. അങ്ങനെ വന്ന സമയത്ത് മിനിമം വേജസ്, ഒരു തൊഴിലാളി തൊഴിലെടുത്ത് പട്ടിണിയില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതായ വേതനം, മിനിമം വേജസ് എങ്കിലും തൊഴിലാളികൾക്ക് നൽകണം. അത് നിയമമാക്കി ഗവൺമെന്റ് പ്രഖ്യാപിക്കപ്പെട്ടു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് MC സതീഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമനിധി ബോർഡ് അംഗം K മായ ക്ലാസ് എടുത്തു. ഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി V ശിവദാസ്, സന്തോഷ്, സുരേഷ്, മനോജ്, വീനസ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മഴക്കെടുതിയിൽ ഒരു വീട് കൂടി തകർന്നു. പെരിങ്ങോട്ടുകുറിശി 3-ാം വാർഡിൽ പരുത്തിപ്പുള്ളി മുടുപ്പുള്ളി രാധാകൃഷ്ണന്റെ ഓടിട്ട വീടാണ് തകർന്നു വീണത്. ഇന്ന് രാത്രി പുലർച്ചയ്ക്ക് വീട് കംപ്ലീറ്റ് വീണു. ആളുകളൊക്കെ അവിടെ ആളുകൾ സൗണ്ട് കേട്ടിട്ടൊക്കെ മാറി വേറെ സ്ഥലത്തേക്ക് പോയതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അപായങ്ങൾ പലതും ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ള ഒരു സാഹചര്യമായിരുന്നു. അത് ദൈവസഹായം കൊണ്ട് അത് മാറിക്കിട്ടി. പിന്നെ അടുത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ജോലിയാണോ തൊഴിലാണോ എങ്ങനെയാണ്? ഞാൻ ഒരു പെൻഷൻകാരനാണ്, മകൻ ഒരു കൂലിപ്പണിക്കാരനാണ്. പാലക്കാട് മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ നഗരസഭയുടെ അറിവോടെ NSS നിർമ്മിച്ച ജാതി മതിൽ നഗരസഭ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ NAPMന്റെ നേതൃത്വത്തിൽ മതിൽ പൊളിക്കുമെന്ന് NAPM കൺവീനർ വിളയോടി വേണുഗോപാൽ. ജാതി മതിൽ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് നഗരസഭയ്ക്ക് മുന്നിൽ NAPM നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വിളയോടി വേണുഗോപാൽ. ഷെഡ് നിർമ്മിക്കാൻ 10 സെന്റിന് അപേക്ഷ നൽകിയപ്പോൾ 20 സെന്റ് അനുവദിച്ചു കൊടുത്ത നഗരസഭയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ കുറ്റക്കാരാണെന്ന് വിളയോടി വേണുഗോപാൽ ആരോപിച്ചു. ഈ 2025 ഈ 31-ാം തീയതി ആണെന്ന് മെയ് മാസം. അപ്പോൾ നമ്മൾ മുന്നോട്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കണം. നമ്മൾ ഇന്നും സാമൂഹ്യ നീതിയുടെ പിന്നിൽ, മനുഷ്യത്വത്തിൻ്റെ പിന്നിൽ നമ്മൾ ഇന്നും പിന്നോട്ടാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് പാലക്കാട് നഗരസഭ ചെയ്ത ഇത്തരം മനുഷ്യനീതിക്കെതിരായിട്ട് കശാപ്പ് വെച്ച ഒരു പ്രവണതയാണ് പാലക്കാട് നഗരസഭ ഇവിടെ വഴി തുറന്നിട്ടുള്ളത്. ആ വഴി തുറന്നത് ഒരു അനീതിയാണ്. ജാതീയമായ അസമത്വങ്ങളും അരാജകത്വങ്ങളും നമ്മുടെ രാജ്യത്തിൽ ഇല്ലായ്മ ചെയ്യാനാണ് ഇവിടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ. നമ്മളൊക്കെ വടക്കേന്ത്യയിലേക്ക് വരലുകൊണ്ടും കേരളമാണ് വളരെ മുന്നിൽ എന്ന്, സാക്ഷരതയിൽ, സാമൂഹ്യ പരിവർത്തനത്തിൽ, നവോത്ഥാനത്തിലൊക്കെ മുന്നിലെന്ന് വിളിച്ചു പറയുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ പ്രത്യേകിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയ്തത് വലിയൊരു മനുഷ്യനീതിക്ക് എതിരായി മനോനീതിയാണ് നടപ്പാക്കിയിട്ടുള്ളത്. K മായാണ്ടി അധ്യക്ഷത വഹിച്ചു. ബാലചന്ദ്രൻ പുതുവയൽ, വിജയൻ അമ്പലക്കാട്, K വാസുദേവൻ, S രമണൻ, TP കനകദാസ്, കാർത്തികേയൻ മംഗലം, അബ്ദുൽ ഖാദർ കണ്ണാടി, പിരായിരി സയ്യിദ് മുഹമ്മദ്, VS രാധാകൃഷ്ണൻ, വിജയൻ കരിപ്പോട്, കൃഷ്ണൻകുട്ടി ആങ്കിരംകാട്, ദണ്ഡപാണി തത്തമംഗലം, പത്മമോഹൻ തെക്കേമഠം, സത്യശീലൻ എന്നിവർ പ്രസംഗിച്ചു. മാട്ടുമന്ത പൊതുശ്മശാനത്തിലെ പുതിയ മതിൽ പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സണ് NAPM നിവേദനം നൽകി. തുടർന്ന് അവിടെ പണികൾ നടക്കില്ലെന്നും പണിത മതിൽ പൊളിച്ചുമാറ്റുമെന്നും നിവേദക സംഘത്തിന് ഉറപ്പു ലഭിച്ചതായി NAPM നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ ഒരുങ്ങി. പ്രവേശനോത്സവം ഗംഭീരമാക്കാനുള്ള ഒരുക്കങ്ങളിൽ മിക്ക പ്രദേശങ്ങളിലും നാട്ടുകാരും സജീവമാണ്. വേനലവധിക്ക് വിട. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറക്കുകയാണ്. 2 മാസത്തെ വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം ഇത്തവണയും ഗംഭീരമാക്കാനുള്ള പരിശ്രമമാണ് അധ്യാപകരുടെയും നാട്ടുകാരുടെയും കൂട്ടായ്മയിൽ നടപ്പാക്കിയിരിക്കുന്നത്. ക്ലാസ് മുറികളും പരിസരവുമെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു. മിക്ക സ്കൂളുകളിലും പെയിന്റിങ്ങും പൂർത്തിയായിട്ടുണ്ട്. അറിവിൻ്റെ വാതിലുകൾ തുറക്കാൻ വിദ്യാലയങ്ങൾ പുതിയ രൂപത്തിലും ഭാവത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു. നവാഗതരെ വരവേൽക്കാൻ വർണ്ണക്കൂടാരം ഉൾപ്പെടെ വ്യത്യസ്ത രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. കളിച്ചും ആസ്വദിച്ചും പഠിക്കാൻ ഇനി ഏത് വിദ്യാലയം വേണമെന്നത് കുട്ടികൾ തീരുമാനിക്കട്ടെ. ഓരോ വിദ്യാലയങ്ങളും അതത് പ്രദേശത്തെ അക്ഷര വെളിച്ചമാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്കൊപ്പം PTA-യും നാട്ടുകാരും ഒരുമിച്ച് അറിവിൻ്റെ അക്ഷരങ്ങൾ പകർന്നു തരുന്ന വിദ്യാലയങ്ങളുടെ മുഖം മിനുക്കുകയാണ്. നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകി പുതിയ തലമുറയ്ക്ക്
അറിവിൻ്റെ വെളിച്ചം പകരുന്ന വിളക്കുകളാകട്ടെ ഈ വിദ്യാലയങ്ങൾ. പഠനാന്തരീക്ഷം മെച്ചപ്പെട്ടതോടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളുടെ വരവ് വർദ്ധിച്ചിട്ടുണ്ട്. പട്ടാമ്പി സബ് ജില്ലാതല പ്രവേശനോത്സവം ഇത്തവണ കിഴായൂർ ഗവൺമെൻറ് UP സ്കൂളിലാണ് നടക്കുക. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. അധ്യയന വർഷത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ്. ഈ വർഷം കിഴായൂർ സ്കൂളിന് പ്രത്യേകതയുള്ളത് ഈ വർഷത്തെ ബ്ലോക്ക് തലം, അതായത് സബ് ജില്ലാതല പ്രവേശനോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ്. പൂർവ്വ വിദ്യാർത്ഥികളുടെയും SMC PTA ഭാരവാഹികളുടെ എല്ലാ അഭ്യുദയകാംക്ഷികളുടെയും സഹായത്തോടു കൂടി എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴിലുറപ്പുകൾ സ്കൂൾ ശുചീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ ടാങ്ക് വൃത്തിയാക്കലും മറ്റു കാര്യങ്ങളിലും അവരുടെ സഹായങ്ങളുണ്ട്. പുതിയ കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും വന്നതോടെ പല വിദ്യാലയങ്ങളിലും പഠനാന്തരീക്ഷവും മെച്ചപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലഹരിക്കെതിരെ ഒടുങ്ങാതിരിക്കാൻ തുടങ്ങാതിരിക്കാം. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്ന സ്കൂളുകളിലെ ഒരു പ്രധാന സന്ദേശമാണിത്. ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ്, ചിൽഡ്രൻസ് പാർക്ക്, ജൈവ ഗാർഡൻ എന്നിവയ്ക്ക് പുറമെ വർണ്ണാഭമായ ചിത്രങ്ങളും ഒരുക്കി കളർഫുള്ളാക്കുകയാണ് മണ്ണൂർ AUP സ്കൂൾ. പുതിയ അധ്യയന വർഷം അടുത്തിരിക്കെ ആധുനിക സൗകര്യങ്ങളും പഠനോപകരണങ്ങളും ഒരുക്കി വിദ്യാർത്ഥികളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാലയങ്ങൾ. ഇതിനു പുറമെ ലഹരിക്കെതിരെ വലിയ സന്ദേശമാണ് സ്കൂളുകളിൽ ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. സ്കൂൾ മതിലുകളിലും ചുവരുകളിലും വർണ്ണാഭമായ ആകർഷിക്കുന്ന ചിത്രങ്ങൾക്കൊപ്പം തന്നെ മതിലുകളിലും പുറം ചുവരിലും ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങളും എഴുതി വച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെ ഒടുങ്ങാതിരിക്കാൻ തുടങ്ങാതിരിക്കാം എന്ന സന്ദേശം പുകവലി ചിത്രവും പുറം മതിലിൽ എഴുതി മനോഹരമാക്കിയിട്ടുണ്ട്. ലഹരിക്കെതിരെയും വനനശീകരണം, പ്ലാസ്റ്റിക് വലിച്ചെറിയൽ എന്നിവയ്ക്കും സ്കൂളുകളിൽ വലിയ പ്രചരണമാണ് നൽകിയിട്ടുള്ളത്. ലഹരിക്കെതിരെയുള്ള സന്ദേശത്തിന്റെ ഭാഗമായി മണ്ണൂർ UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഫയലുകളിൽ ലഹരിക്കെതിരെ വലിയ സന്ദേശങ്ങളും എഴുതി പതിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ വരവേൽക്കാൻ ആധുനിക രീതിയിലുള്ള ഇൻഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ്, ചിൽഡ്രൻസ് പാർക്ക്, ജൈവ ഗാർഡൻ എന്നിവയും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ചില സ്കൂളുകളിൽ CCTV ക്യാമറകളും സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും കളറാവുകയാണ് നമ്മുടെ വിദ്യാലയങ്ങൾ. അധ്യയന വർഷത്തിൽ പുതിയ കുരുന്നുകളെ വരവേൽക്കാനായി മണ്ണൂർ AUP സ്കൂൾ എല്ലാവിധത്തിലും ഒരുങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അവസാനം ഞങ്ങൾ ലഹരിക്കെതിരെയുള്ള ഒരു മാരത്തോൺ കൂടിയാണ് സമാപിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ തുടക്കം തന്നെ ലഹരിക്കെതിരെയുള്ള ഒരു നല്ലൊരു സന്ദേശം, ഒടുങ്ങാതിരിക്കാൻ തുടങ്ങാതിരിക്കാം എന്ന ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് നല്ലൊരു പോർട്ട്ഫോളിയോ കുട്ടികൾക്ക് ഗിഫ്റ്റായി നൽകിയിട്ട് ഇതോടുകൂടിയാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ആരംഭം. അതുപോലെ ലഹരിക്കെതിരെ പഞ്ചായത്തിലെ വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ട് ഒരു ജാഗ്രതാ സമിതി മീറ്റിംഗ് ചേർന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ലഹരിക്കെതിരെയുള്ള സന്ദേശം സ്കൂളിൻ്റെ മതിലുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്രാവശ്യം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഏരിയ. അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുപാട് ഞങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഇതോടനുബന്ധിച്ച് കളമെഴുത്ത് ശില്പശാലയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് ഉദ്ഘാടനം ചെയ്തു. ആ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവന്റെ പോക്ക് എന്താണ്, അവന്റെ സ്വഭാവം എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കൂട്ടുകൂടുകയാണെങ്കിൽ ജീവിതത്തിൽ തീർച്ചയായിട്ടും നല്ല നേർവഴിക്ക് നിങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതല്ല തെറ്റായ രീതിയിൽ പോകുന്ന ഒരാളുമായി നിങ്ങൾ കൂട്ടുകൂടുകയാണെങ്കിൽ ആ വഴിക്ക് നമ്മൾ പോകുള്ളൂ. അപ്പോൾ ചങ്ങാത്തം അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകൂടുന്നത് വളരെ പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. വായനശാല പ്രസിഡന്റ് റിൻസി അധ്യക്ഷത വഹിച്ചു. കളമ്പാട്ട് ശില്പശാല നയിച്ച ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് കടന്തമണ്ണ ശ്രീനിവാസനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മഹേഷ് കുമാർ, വിനിത സുരോജ് എന്നിവർ സംസാരിച്ചു. വായനശാല ജോയിന്റ് സെക്രട്ടറി A. അജിത സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം അനിൽ നീലിമ കൊടുങ്ങല്ലൂർ നന്ദിയും പറഞ്ഞു. വായനശാല മുതിർന്ന അംഗം MK വേലായുധൻ, സെക്രട്ടറി അജേഷ് മാസ്റ്റർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗിരിജ ടീച്ചർ, സുജി വിജയ്, P. ആതിര, P. ആകർഷ്, വായനശാല പ്രവർത്തകരായ സറീന, നൌഷാദ്, ലൈബ്രറിയൻ V. ചിത്ര എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓണത്തെ വരവേൽക്കാൻ പച്ചക്കറി കൃഷിയുമായി കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ CDSന്റെ നേതൃത്വത്തിൽ പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങി. കോട്ടായി CDSന്റെയും ശ്രീ വിനായക സംഘം കൃഷി സംഘത്തിൻ്റെയും കുടുംബശ്രീ സ്പെഷ്യൽ പ്രൊജക്റ്റ് സമുന്നതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി. പേര് സൂചിപ്പിക്കും പോലെ രാവിൻ്റെ സുഗന്ധമാണ് നിശാഗന്ധി. കേരളത്തിൻ്റെ സവിശേഷ കാലാവസ്ഥയിൽ നന്നായി വളർന്നു പുഷ്പിക്കുന്ന ഈ ചെടി അനന്തശയനം എന്ന പേരിലാണ് മലബാർ മേഖലയിൽ അറിയപ്പെടുന്നത്.
കേരളത്തിലെ ഒട്ടുമിക്ക ഭവനങ്ങളിലും നിശാഗന്ധി ചെടി നട്ടുവളർത്താറുണ്ട്. രാത്രിയിൽ മാത്രം വിരിയുന്നതും സുഗന്ധം പരത്തുന്നതുമായ പുഷ്പമാണ് നിശാഗന്ധി. വർഷത്തിൽ ഒരു പ്രത്യേക കാലത്ത് ചെടികളിൽ പൂമൊട്ടുകൾ നിറയും. വൈകുന്നേരം തൂങ്ങിക്കിടക്കുന്ന പൂമൊട്ടുകൾ ഇരട്ട് പരക്കുന്നതോടെ മെല്ലെ മെല്ലെ വിരിഞ്ഞു തുടങ്ങും. രാത്രി 12 മണിയോടുകൂടി അവ പൂർണ്ണമായി വിടർന്നു നിൽക്കും. രാവിൻ്റെ വെളുത്ത പുഷ്പങ്ങൾ. അപാരമായ സുഗന്ധമാണ് നിശാഗന്ധിപ്പൂക്കളുടെ സവിശേഷത. കേരളത്തിലെ ഹൈന്ദവ ഭവനങ്ങളിൽ മഹാവിഷ്ണുവിനോടുള്ള ഭക്തിയുടെ പ്രതീകമായി ഈ ചെടി നട്ടുവളർത്തുന്നുണ്ട്. വിരിഞ്ഞ പൂക്കളിൽ മഹാവിഷ്ണുവിൻ്റെ അനന്തശയനം കാണപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നവർ വിളക്ക് കത്തിച്ച് സ്വീകരിച്ച ശേഷം പ്രാർത്ഥിക്കാറുമുണ്ട്. ഈ പ്രാർത്ഥനകൾ നിറവേറ്റപ്പെടുമെന്നാണ് വിശ്വാസം. രാത്രിയിൽ വിരിയുന്ന പുഷ്പങ്ങൾ രാവിലെയാകുമ്പോഴേക്കും കൂമ്പിത്തുടങ്ങും. വളരെയേറെ ഇലകൾ കാണാത്ത ചെടിയാണ് നിശാഗന്ധി. മലബാർ മേഖലയിലും മറ്റും അനന്തശയനം എന്ന പേരിൽ തന്നെയാണ് ഈ ചെടി അറിയപ്പെടുന്നത്. കേരളത്തിന് പുറമെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലുമാണ് നിശാഗന്ധി സുലഭമായി കാണാറുള്ളത്. കവികളുടെ പ്രധാനപ്പെട്ട കാൽപ്പനിക കാവ്യബിംബമാണ് നിശാഗന്ധി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ അക്കാഡമിക് മികവ് നേടിയ വിദ്യാർത്ഥികളെ 8ാം വാർഡ് അംഗം പി രാജീവ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ആദരം 2025 എന്ന പേരിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കേരളശ്ശേരി AUP സ്കൂളിലെ പ്രധാനാധ്യാപിക പി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളായിരിക്കുമ്പോൾ നമ്മളുടെ ഒരേ ഒരു ഘടകം പഠിക്കുക എന്ന് മാത്രമാണ്. തുടർന്ന് സമ്മാന വിതരണവും നടത്തി. കേരളശ്ശേരി 8ാം വാർഡിൽ NSS, USS, SSLC, +2 ഡിഗ്രി വിജയികളെയാണ് അനുമോദിച്ചത്. 40 വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വാർഡ് വികസന സമിതി അംഗം VC ബാലകൃഷ്ണൻ, BJP കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവ് ആരപ്പത്ത്, ഗിരിജ മോഹൻദാസ്, സ്മിത സുരേഷ്, ശരണ്യ, ഗിരീഷ്, അനുഷ ജയ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാടാനംകുറിശി ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ പ്രതിഷ്ഠാദിന മഹോത്സവത്തിൽ പങ്കെടുത്തു. 3 ദിവസങ്ങളിലായാണ് വാടാനംകുറിശി ശ്രീ ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടത്തിയത്. ശനിയാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ പുനരാരംഭിച്ചു. തുടർന്ന് 25 കലശപൂജകൾ, 25 കലശാഭിഷേകങ്ങൾ എന്നീ താന്ത്രിക ചടങ്ങുകൾ നടന്നു. തന്ത്രി കരിയന്നൂർ ഭവത്രാതൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഉച്ചയ്ക്ക് അന്നദാനത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. വൈകിട്ട് നിറമാലയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇടയ്ക്കിടെയുള്ള തെരഞ്ഞെടുപ്പുകൾ വലിയ ശല്യമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഈർക്കിലി പാർട്ടികൾ കൂടിയതോടെ സ്ഥാനാർത്ഥികളുടെ എണ്ണവും കൂടി. രാജ്യം മുഴുവൻ ഒറ്റ തെരഞ്ഞെടുപ്പാക്കണമെന്നും സുരേഷ് ഗോപി. സ്വകാര്യ ബസ് ലോറി വ്യവസായത്തെ എങ്ങനെ തകർക്കാമെന്ന ഗവേഷണത്തിലാണ് കേരളത്തിലെ ഗതാഗത വകുപ്പെന്ന് പ്രൈവറ്റ് ബസ് ആൻഡ് ഹെവി വെഹിക്കിൾ മസ്ദൂർ സംഘം സംസ്ഥാന പ്രസിഡന്റ് AC കൃഷ്ണൻ. ഇന്ധനവിലയിലും നികുതി ഇനങ്ങളിലും അധിക സെസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാർ നടപടി തൊഴിലാളി വിരുദ്ധം. പാലക്കാട്ട് സംഘം ജില്ലാ സമ്മേളനം. മാട്ടുമന്തയിൽ പാലക്കാട് നഗരസഭ പൊതുശ്മശാനത്തിൽ NSSന്റെ ജാതിമതിൽ വേണ്ടെന്ന് NAPM. മതിൽ നിർമ്മിച്ചത് നഗരസഭയുടെ അറിവോടെ. നഗരസഭ പൊളിച്ചുമാറ്റിയില്ലെങ്കിൽ മതിൽ NAPM നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റുമെന്ന് വിളയോടി വേണുഗോപാൽ. പുത്തൻ അധ്യയന വർഷത്തെ വരവേൽക്കാനൊരുങ്ങി വിദ്യാലയങ്ങൾ. പ്രവേശനോത്സവം ആകർഷകമാക്കാൻ ഒരുക്കങ്ങളായി. പൊതുവിദ്യാലയങ്ങളിൽ ഹൈസ്കൂൾ ക്ലാസ് സമയം അരമണിക്കൂർ കൂടും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.